ഹലോ നമസ്തേ, എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷനെ പറ്റിയാണ്. ഏറ്റവും ആദ്യമായി എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ദ വേർഡ് എക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഓയിക്കോണോമിയ വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. അതായത് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് എന്ന് അർത്ഥം വരുന്ന ഓയിക്കോണോമിയ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം എന്ന ഒരു പദം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. എക്കണോമിക്സിൻ്റെ പറ്റി പല ആൾക്കാരും പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി വരും എപ്പിസോഡുകളിൽ നമ്മൾക്ക് പഠിക്കാം. ഏറ്റവും ആദ്യമായി എക്കണോമിക്സിനകത്ത് പ്രധാനപ്പെട്ട തിയറികളും അവയുടെ രചിച്ച വർഷവും രചിച്ച വ്യക്തികളെ പറ്റിയും നമുക്ക് നോക്കാം. വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ എക്കണോമിക്സിനെ പറ്റിയുള്ള ഒരു ഡെഫിനിഷൻ. അത് ആദം സ്മിത്തിൻ്റെയാണ്. വെൽത്ത് ഡെഫിനിഷനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് ആദം സ്മിത്തിൻ്റെ ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകത്തിലാണ്. ഈ പുസ്തകം 1776 രചിക്കപ്പെട്ടേക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാം, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനെ കൊണ്ട് ചോദിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യം വരുന്ന ഏരിയയാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ വെൽഫെയർ ഡെഫിനിഷൻ എന്നറിയപ്പെടുന്നു. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആൽഫ്രഡ് മാർഷലാണ്. 1890 ആൽഫ്രഡ് മാർഷൽ എഴുതിയ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകത്തിലാണ് വെൽഫെയർ ഡെഫിനിഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തത് സ്കേർസിറ്റി ഡെഫിനിഷനാണ്. ലിയോണൽ റോബിൻസൺസ് ആണ് ഇതിൻ്റെ വക്താവ്. ആൻഡ് എസ്സേ ടു നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന 1932 ലിയോണൽ റോബിൻസൺസ് എഴുതിയ പുസ്തകത്തിലാണ് സ്കേർസിറ്റി ഡെഫിനിഷനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്താണ് ഗ്രോത്ത് ഡെഫിനിഷൻ. പോൾ എ സാമുവൽസിൻ്റെ എക്കണോമിക്സ് എന്ന 1964 ഇറങ്ങിയ പുസ്തകത്തിലാണ് ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. എക്കണോമിക്സിന് ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. അപ്പം ഈ 4 പ്രധാനമായും എക്കണോമിക്സിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്ന പുസ്തകങ്ങൾ. ഒരു കാരണവശാലും ഈ ഒരു പാറ്റേൺ, ഈ ഒരു സംഭവം മറന്നു പോകരുത്. നിങ്ങൾക്കിത് ചേരുംപടി ചേർക്കാനെ കൊണ്ടോ അല്ലെങ്കിൽ വൺ വേർഡിൻ്റെ ചോദ്യങ്ങളോ ആയിട്ടോ നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കുന്നതാണ്. ഇനി അടുത്തത് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചുകൾ എന്താണ്? ശ്രദ്ധിക്കുക, എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. ഇനി വരുന്ന മാക്രോ എക്കണോമിക്സിൻ്റെ ചാപ്റ്ററുകൾ പഠിപ്പിക്കുന്ന സമയത്താണ് ഈ ഡെഫിനിഷനെ പറ്റി കൃത്യമായി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചുകളെ പ്രധാനമായും 2 തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മൈക്രോ എക്കണോമിക്സ്. എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് which deals with the individual unit. It is also called price theory, demand theory, cost theory, etc. അതായത് ഏതെങ്കിലും ഒരു യൂണിറ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ബ്രാഞ്ചാണ് മൈക്രോ എക്കണോമിക്സ്. ഈ മൈക്രോ എക്കണോമിക്സിനെ പ്രൈസ് തിയറി എന്നും ഡിമാൻഡ് തിയറി എന്നും കോസ്റ്റ് തിയറി എന്നും അറിയപ്പെടുന്നു. രണ്ടാമത്തെയാണ് മാക്രോ എക്കണോമിക്സ്. It is another branch of economics which deals with aggregates. അതായത് മുഴുവനായ കാര്യങ്ങളെ, മൊത്തത്തിലുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻകം തിയറി. അപ്പോൾ എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചുകൾ പ്രധാനമായും 2 മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും. മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യത്തെപ്പറ്റി മാത്രം പഠിക്കുകയാണെങ്കിൽ അതിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നു. മൊത്തത്തിൽ പഠിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഫാമിലിയിൽ 4 വ്യക്തികളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെപ്പറ്റി മാത്രം പഠിക്കുകയാണെങ്കിൽ അതിനെ മൈക്രോ എക്കണോമിക്സ് എന്നും, ആ ഫാമിലിയെ മൊത്തത്തിൽ പഠിക്കുകയാണെങ്കിൽ അതിനെ മാക്രോ എക്കണോമിക്സ് എന്നും. നമുക്ക് അടുത്തതായി ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യമായി ഈ വ്യത്യാസങ്ങൾ 2 രീതിയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കാം. ഒന്ന് പോയിന്റ്സ് ഓഫ് ഡിഫറൻസ്. എന്ത് കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വ്യത്യാസം കണക്കാക്കുന്നതെന്നാണ് ആദ്യത്തെ കോളം. രണ്ടാമത് മൈക്രോ എക്കണോമിക്സിന്, മൂന്നാമത് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമേ നോക്കാം യൂണിറ്റ് ഓഫ് സ്റ്റഡി.
മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറ്റിയാണെങ്കിൽ മാക്രോ എക്കണോമിക്സ് പഠിക്കുന്നത് മുഴുവൻ കാര്യങ്ങളെ പറ്റിയാണ്. അതാണ് ഒന്ന്. യൂണിറ്റ് ഓഫ് സ്റ്റഡിക്ക് അനുസരിച്ചിട്ടാണെങ്കിൽ മാക്രോ എക്കണോമിക്സ് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറ്റിയേ പഠിക്കുന്നുള്ളൂ, പക്ഷേ മാക്രോ എക്കണോമിക്സ് മുഴുവനായി പഠിക്കുന്നുണ്ട്. 2, മെത്തേഡ് ഓഫ് സ്റ്റഡി നോക്കാം. മൈക്രോ എക്കണോമിക്സ് പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിനെ പറ്റി മാത്രമാണ് പഠിക്കുന്നത്. മാക്രോ എക്കണോമിക്സോ ജനറൽ ഇക്വിലിബ്രിയം, പൊതുവായ സന്തുലനാവസ്ഥയെ പറ്റിയാണ് മാക്രോ എക്കണോമിക്സിനകത്ത് പഠിക്കുന്നത്. ഇക്വിലിബ്രിയം എന്താണെന്നുള്ളതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിലാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്താണ് വ്യൂ പോയിന്റ്. മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ വോംസ് ഐ വ്യൂ. വോംസ് എന്ന് വെച്ചാൽ ഈ പുഴുവിൻ്റെ കണ്ണിൽ കൂടിയാണ് നോക്കുന്നത്, അതായത് എല്ലാം ചെറുതായിട്ടേ കാണത്തുള്ളൂ. മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ബേർഡ്സ് ഐ വ്യൂ. ബേർഡ്സ് ഐ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തോടാണ് പക്ഷി പറക്കുന്നത്, അപ്പം മുഴുവനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ബേർഡ്സിന് കാണാൻ പറ്റുന്നത്. അടുത്തതിൻ്റെ എക്സാമ്പിൾസ് ആണ്, മൈക്രോ എക്കണോമിക്സിൻ്റെ എക്സാമ്പിളാണ് ഡിമാൻഡ് ഫോർ പെൻ, സാലറി ഓഫ് പേഴ്സൺ, യൂട്ടിലിറ്റി, കോസ്റ്റ് എക്സെട്രയാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ എക്സാമ്പിളുകൾ എങ്കിൽ മാക്രോ എക്കണോമിക്സിൻ്റെ എക്സാമ്പിളുകളാണ് നാഷണൽ ഇൻകം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇൻഫ്ലേഷൻ, മണി സപ്ലൈ എക്സെട്ര. അപ്പം നമുക്ക് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് രണ്ടും എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചുകളാണ്. മൈക്രോ എക്കണോമിക്സ് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറ്റി പഠിക്കുമ്പോൾ മാക്രോ എക്കണോമിക്സ് മുഴുവനായ കാര്യങ്ങളെ പറ്റിയായിരിക്കും പഠിക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കുന്നത് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഏതൊരു സാമ്പത്തിക വ്യവസ്ഥയും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു സെൻട്രൽ പ്രോബ്ലത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The resources available to the humans are limited, but their wants are unlimited. Due to the scarcity of resources, the economy faces the problem of choice. This mismatch between unlimited wants and limited resources that gives rise to 3 central problems faced by every economy. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഏതൊരു സമ്പദ് വ്യവസ്ഥയും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റിസോഴ്സുകൾ, വിഭവങ്ങൾ കുറവായിരിക്കും, പക്ഷെ അവിടുത്തെ ആൾക്കാരുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആയിരിക്കും. നമ്മുടെ കൈവശവും അങ്ങനെയല്ലേ? അതായത് നമ്മളുടെ കൈവശം 1000 രൂപയുണ്ട് എങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ 1,00,000 രൂപയുടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1000 രൂപ എന്ന് പറയുന്ന നമ്മളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളെ ഏറ്റവും വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഡ്യൂ ടു ദ സ്കാർസിറ്റി ഓഫ് റിസോഴ്സ്, നമ്മളുടെ വിഭവങ്ങൾ ദൗർലഭ്യമായതുകൊണ്ട് ദ എക്കണോമിക് ഫേസ് ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. സമ്പദ് വ്യവസ്ഥ എന്ത് നേരിടുന്നു? ചോയ്സ്, ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു പ്രോബ്ലം ഏതൊരു സമ്പദ് വ്യവസ്ഥയും നേരിടുന്നു. കാരണം ഈ 1000 രൂപ നമ്മളുടെ കൈവശമുണ്ട്, അത് നമുക്ക് അനാമത്തായി ചിലവാക്കാനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ 1000 രൂപ ചിലവാക്കുക. അതുതന്നെയാണ് ഏതൊരു സമ്പദ് വ്യവസ്ഥയും ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും വിഭവങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ വിഭവങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏതൊരു സമ്പദ് വ്യവസ്ഥയെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ പറയുന്ന പേരാണ് ദ എക്കണോമിക് ഫേസ് ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. This mismatch between unlimited wants and limited resources that gives rise to 3 central problems faced by every economy. അപ്പം ഈ റിസോഴ്സുകളുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സും ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സും അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സും കാരണം ഏതൊരു സമ്പദ് വ്യവസ്ഥയും 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ആ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രശ്നമാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്തുൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. എവറി സൊസൈറ്റി വാണ്ട്സ് thousands of goods and service. Since resources are scarce, all these goods and service cannot be produced. So, if half decided to what type of goods are produced, അതായത് ഏതൊരു സമൂഹത്തിനും ആയിരക്കണക്കിന് ആവശ്യങ്ങളുണ്ടായിരിക്കും, ആയിരക്കണക്കിന് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ നമ്മളുടെ വിഭവങ്ങളെല്ലാം എന്തായിരിക്കും? സ്കെയർ ആയിരിക്കും, ദൗർലഭ്യമായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്
ഏതൊരു സമ്പദ് വ്യവസ്ഥയും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം ഒന്നാമത്തെ പ്രശ്നം എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. എന്തുൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. കാരണം ഏതൊരു സമ്പദ് വ്യവസ്ഥയ്ക്കും ഇഷ്ടം പോലെ ആവശ്യങ്ങളുണ്ടാകും. പക്ഷേ അവിടുത്തെ റിസോഴ്സുകൾ എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ വെച്ച് ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഏറ്റവും ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ സെൻട്രൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കും. ഇറ്റ് ഈസ് ദ പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ദ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചാണ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഹൗ ടു പ്രൊഡ്യൂസിനകത്തെ വിഷയം. ദർ ആർ 2 ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. അതായത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ 2 തരത്തിലുള്ള ടെക്നിക്കുകളാണുള്ളത്. ഒന്നെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. Labor intensive is a production technique which use more amount of labor and less amount of capital. ഒരുപാട് തൊഴിലാളികളെയും വളരെ കുറച്ച് മൂലധനവും വെച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ പറഞ്ഞ പേരാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി. Capital intensive technology is the production technique which use more amount of capital and less amount of labor. Capital intensive ടെക്നോളജിയിലാണല്ലോ ഒരുപാട് ക്യാപിറ്റൽ ഉപയോഗിക്കും, പക്ഷെ വളരെ കുറച്ച് മാത്രം ലേബേഴ്സിനെയും ഉപയോഗിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നൊരു ചോദ്യം നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷനൊക്കെ ഒരുപാടുള്ള ഒരു രാജ്യത്ത് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ആയിരിക്കും മികച്ചത്. കാരണം ഇവിടെ ഇപ്പം നെല്ല് കൊയ്യണമെങ്കിൽ 2 രീതിയിൽ നമുക്ക് നെല്ല് കൊയ്യാം. ഒന്നെങ്കിൽ യന്ത്രങ്ങൾ വെച്ച്, അല്ലെങ്കിൽ ആൾക്കാരെ വെച്ച്. അപ്പം ആൾക്കാരെ വെച്ച് നെല്ല് കൊയ്യണമോ അതോ യന്ത്രങ്ങളെ വെച്ച് നെല്ല് കൊയ്യണമോ എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്നാമത്തെയാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇറ്റ് ഈസ് ദ പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ, വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ നൽകേണ്ടുന്നത്. ദിസ് ഈസ് കാൾഡ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെ പറഞ്ഞ മറ്റൊരു പേരാണ് എന്താ? ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നം. അപ്പം മൂന്നാമത്തെ പ്രശ്നം എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇറ്റ് ഈസ് ദ പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ, സാധനങ്ങളുടെ വിതരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഏതൊരു സമ്പദ് വ്യവസ്ഥയും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ 3 വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം. 2 എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. 3 ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അടുത്ത നമുക്ക് നോക്കേണ്ടുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ടിയറിനെ പറ്റിയാണ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ടിയർ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് 2 goods which an economy can produce with the available resources and the given level of technology. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന 2 സാധനങ്ങളുടെ പലതരത്തിലുള്ള കോമ്പിനേഷനുകളാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനകത്ത് കാണിക്കുന്നത്. ഇറ്റ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് 2 goods, 2 സാധനങ്ങളുടെ കോമ്പിനേഷനാണ്. വിച്ച് ആൻ എക്കണോമി ക്യാൻ പ്രൊഡ്യൂസ്, ഒരു സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. എങ്ങനെ? വിത്ത് അവൈലബിൾ റിസോഴ്സ്, നിലവിലുള്ള അല്ലെങ്കിൽ ലഭ്യമായ റിസോഴ്സുകൾ വെച്ചും, ആൻഡ് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി, നിലവിലുള്ള സാങ്കേതിക വിദ്യ വെച്ചും. അപ്പം നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചും ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന 2 സാധനങ്ങളുടെ പലതരത്തിലുള്ള കോമ്പിനേഷനുകളെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനകത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ OX എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട്, അത് ഗുഡ്സ് 1മായി ബന്ധപ്പെട്ടാണ്. OY എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട്, അത് ഗുഡ്സ് 2മായി ബന്ധപ്പെട്ടാണ്. ദെൻ ഇവിടെ ABC എന്നിങ്ങനെ 3 പോയിന്റുകളുണ്ട്. ഈ 3 പോയിന്റുകളും നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ നിലവിലുള്ള സാങ്കേതിക വിദ്യയും നിലവിലുള്ള റിസോഴ്സുകളും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ പലതരത്തിലുള്ള അളവുകളാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കിനി വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനെ കൊണ്ടുണ്ട്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു പോയിന്റ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോണ്ടിയറിന് വെളിയിൽ വരികയാണെങ്കിൽ, ദാറ്റ് ഈസ് ഇവിടുത്തെ D, അത് എന്തിനു തുല്യമായിരിക്കും? ഗ്രോത്ത് ഓഫ് റിസോഴ്സിന് തുല്യമായിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് അകത്ത് വരികയാണെങ്കിൽ അതിനെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയും.
അടുത്താണ് ടൈപ്സ് ഓഫ് എക്കണോമി. എത്ര തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണുള്ളത് എന്ന് നോക്കാം. ഒന്ന്, സെൻട്രലി പ്ലാൻഡ് എക്കണോമി ഓർ സോഷ്യലിസ്റ്റിക് എക്കണോമി. സെൻട്രലി പ്ലാൻഡ് എക്കണോമി അഥവാ സോഷ്യലിസ്റ്റ് എക്കണോമി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം വെയർ ആൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ അണ്ടർ ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് എല്ലാ തരത്തിലുള്ള ഉൽപ്പാദന ഘടകങ്ങളും, അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ് എല്ലാ തരത്തിലുള്ള ഉൽപ്പാദന ഘടകങ്ങളുടെ ഓണർഷിപ്പ് എങ്കിൽ അതിന് അത്തരത്തിലുള്ളൊരു എക്കണോമിയെ പറയുന്ന പേരാണ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി. Centralized planning, public welfare, public sector etc. are the important features of centrally planned economy. Centrally planned economyയുടെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചറുകളാണ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് കാണും, പബ്ലിക് വെൽഫെയർ, പൊതുജനങ്ങളുടെ വെൽഫെയർ ആണ് പ്രധാനം, പബ്ലിക് സെക്ടറുകൾക്കാണ് പ്രാധാന്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്കണോമി, സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണ് എന്താ, സെൻട്രലി പ്ലാൻഡ് എക്കണോമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമി. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദന ഘടകങ്ങൾ. ഈ ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെൻറ് കീഴിലാണ് എങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ, എക്കണോമിക് സിസ്റ്റത്തെ നമ്മൾ സെൻട്രലി പ്ലാൻഡ് എക്കണോമി അഥവാ സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയും. ഈ സെൻട്രലി പ്ലാൻഡ് പ്ലാനിംഗ്, പബ്ലിക് വെൽഫെയർ, പബ്ലിക് സെക്ടർ എന്നിവയൊക്കെയാണ് സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുടെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ. അടുത്തതാണ് മാർക്കറ്റ് എക്കണോമി ഓർ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ഇതിൻ്റെ പ്രത്യേകത നോക്കാം. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം വെയർ all the means of productions are under the ownership of private individuals. അതായത് എല്ലാ തരത്തിലുള്ള ഉൽപ്പാദന ഘടകങ്ങളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥാവകാശത്തിന് കീഴിലാണ് എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ പറയുന്ന പേരാണ് മാർക്കറ്റ് എക്കണോമി അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. പ്രൈസ് മെക്കാനിസം, പ്രൈവറ്റ് സെക്ടർ, പ്രോഫിറ്റ് മോട്ടീവ് എക്സെട്ര ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് എക്കണോമി. മാർക്കറ്റ് എക്കണോമിയുടെ ഫീച്ചറുകളാണ് എന്താ, പ്രൈസ് മെക്കാനിസം, പ്രൈവറ്റ് സെക്ടേഴ്സ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവ് തുടങ്ങിയവയൊക്കെ മാർക്കറ്റ് എക്കണോമിയുടെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചറുകളാണ്. അപ്പം എല്ലാ ഉൽപ്പാദന ഘടകങ്ങളും ഗവൺമെൻറ് കീഴിലാണെങ്കിൽ അതിനെ സെൻട്രലി പ്ലാൻഡ് അഥവാ സോഷ്യലിസ്റ്റ് എക്കണോമി എന്നും, എല്ലാ ഉൽപ്പാദന ഘടകങ്ങളും ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ കീഴിലാണെങ്കിൽ അതിനെ മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്നും പറയപ്പെടുന്നു. ഇനി അടുത്താണ് മിക്സഡ് എക്കണോമി. It is an economic system where all the means of productions are under the ownership and control of both private individuals and government. അതായത് ഗവൺമെൻറ്റിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും കൈവശം ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണ് മിക്സഡ് എക്കണോമി. ഉദാഹരണം നമ്മളുടെ ഇന്ത്യയുടെ കൂട്ട്. കാരണം ഇവിടെ സ്വകാര്യ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടികളും സംഭവങ്ങളൊക്കെ ഉണ്ട്, ഗവൺമെൻറ്റിനും അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി അമേരിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ്, കാരണം അവിടെ ഗവൺമെൻറ്റിന് വലിയ നിയന്ത്രണങ്ങളൊന്നും ഇല്ല. എന്നാൽ ചൈനയോ അല്ലെങ്കിൽ പഴയ റഷ്യയോ USSR ഒക്കെ സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്, കാരണം അവിടെ എല്ലാം ഗവൺമെൻറ്റിൻ്റെ കൈവശം ആണ്. എന്നാൽ ഇന്ത്യ എന്താണ്, ഒരു മിക്സഡ് എക്കണോമിയാണ്. അടുത്താണ് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. നോക്കാം എന്താണ് എന്ന്. പോസിറ്റീവ് എക്കണോമിക്സ് ഇവാലുവേറ്റ് ഹൗ ഡിഫറെൻറ്റ് മെക്കാനിസംസ് വർക്ക്സ്. എങ്ങനെയാണ് പലതരത്തിലുള്ള മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ എക്കണോമിക്സ്, അതായത് മാർക്കറ്റ് എക്കണോമി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് പോസിറ്റീവ് എക്കണോമിക്സിനകത്ത് നോക്കുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് വാട്ട് ഈസ്, എന്താണിത് എന്നുള്ളതിനെ പറ്റിയാണ് പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ നോർമേറ്റീവ് എക്കണോമിക്സ് ഇവാലുവേറ്റ് ദ മെക്കാനിസം ഡിസൈറബിൾ ഓർ നോട്ട്. ഒരു മെക്കാനിസം നമുക്ക് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നോർമേറ്റീവ് എക്കണോമിക്സിനകത്ത് നോക്കുന്നത്. ഇറ്റ് ഡീൽസ് വാട്ട് ഔട്ട് ടു ബി, എങ്ങനെയായി തീരും, അത് ആവശ്യമുള്ളതാണോ എന്നുള്ള കാര്യമാണ് നോർമേറ്റീവ് എക്കണോമിക്സിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, പോസിറ്റീവ് എക്കണോമിക്സിനകത്ത് എങ്ങനെയാണ് ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നോർമേറ്റീവ് എക്കണോമിക്സിനകത്ത് ആ മെക്കാനിസത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമായിരിക്കും കൺസിഡർ ചെയ്യുക. +2 എക്കണോമിക്സിനകത്തെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ഓവർവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിന് തുല്യമാവുകയില്ല. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ എല്ലാ വിധത്തിലുള്ള വിജയാശംസകൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്